ചങ്ങാതിമാരെ ആ ദമ്മങ്ങ് പൊട്ടിക്കുമ്പോഴേക്കും ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. ശരീരം മൊത്തം കുളിര് കയറുന്നൊരു സ്മെല്ല കേട്ടോ, ഒരു രക്ഷയില്ല. ബിരിയാണി എന്ന് പറഞ്ഞാൽ മാരകമല്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പം ഈ കലാപരിപാടിക്ക് നമ്മൾ നേരെ വെച്ച് പിടിപ്പിച്ച റിപ്പിൾ റെസ്റ്റോറൻറ്റിലേക്ക് കേട്ടോ. റിപ്പിൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ സംഭവം പൊളി റെസ്റ്റോറൻറ്റ് കേട്ടോ. അതായത് തൊടുപുഴയിൽ നിന്ന് ഇടുക്കി റൂട്ടിലേക്ക് പോകുമ്പോൾ ഒരു 3 കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ കിടുക്കാച്ചി ഒരു റെസ്റ്റോറൻറ്റ് കാണാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് അറിയാവുന്നവർ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എൻ്റെ ചങ്ങാതിമാരെ. നല്ല കിടുക്കാച്ചി മീൽസ് കിട്ടും, അതുപോലെ നല്ല കിടുക്കം ബിരിയാണി, ഒരു രക്ഷയില്ല, മാറുന്ന സാധനം കേട്ടോ. അതുപോലെ എന്തേ ഇതുപോലെയുള്ള വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് തകർത്ത് ഫുഡ് കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഇതിലെ വഴി പോകുമ്പോഴേക്കും മറക്കരുത്, നമ്മൾ അവിടെ ഉണ്ടാവും, നമുക്ക് പരിചയപ്പെടാം, പൊളിച്ചെടുക്കാൻ എൻ്റെ ചങ്ങാതി. അപ്പോൾ ഇതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മഞ്ഞപ്പൊടി ആദ്യം ഇടുക. അതിനുശേഷം ലേശം ഉപ്പും കൂടെ വാരി വിതറിയ ശേഷം ഇവനെ അങ്ങ് നല്ലോണം അങ്ങ് തിരുമ്മി വെക്കുക. ഒരു അരമണിക്കൂർ അവിടെ അങ്ങ് വെച്ചേരി. സംഭവം നല്ല സോഫ്റ്റായിട്ട് നല്ല കിടുക്കാച്ചി ചിക്കൻ അങ്ങ് കിട്ടും. ആ സമയത്ത് നമ്മുടെ സ്ഥിരം കലാപരിപാടി ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഉരുളി ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്ക് ഈ വക സാധനങ്ങളൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. കണ്ടുപിടിച്ചോട്ടോ. ഈ വക എല്ലാ പരിപാടിയും കൂടെ ചേർത്തുള്ള കലാപരിപാടിയാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കണ്ടോ, ഇതിലേക്ക് സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒഴിച്ച ശേഷം സവോള ഇതിലേക്ക് ഒരു മറിക്കുക. മറിച്ച ശേഷം ഇതുപോലെ ഇട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ബീഫ് ഇടിച്ച്, ഉണക്കസ്രാവിൻ്റെ അച്ചാർ, കല്ലുമ്മക്ക, കക്ക, കൊഴുവ, അതുപോലെ തന്നെ സ്റ്റുഡിൻ്റെ അച്ചാർ, മത്തിയുടെ അച്ചാറൊക്കെ ഉണ്ട്. വെറൈറ്റി മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, അതുപോലെ മുളകിൻ്റെ അച്ചാർ, അങ്ങനെ വെറൈറ്റികളൊക്കെ ഉണ്ട്. വേണ്ടവരുത് നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടമ്പോൾ വാട്സപ്പ് ഹായ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ ഏറ്റുമാനോ കോട്ടയത്തിലൊക്കെ ഡയറക്റ്റും ഒന്നും മേടിക്കാം. മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ. ആ സമയത്ത് സവോള ഒന്ന് വാടി കിട്ടിയപ്പോഴേക്ക് നേരെ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്ര സാധനം ചതച്ചെടുത്ത് ഇതുപോലെ സ്ലോ മോഷനിൽ അവനെ അങ്ങ് മിക്സ് ചെയ്യുക. കണ്ടോ, അവനങ്ങ് മിക്സ് ചെയ്യാൻ ഇച്ചിരി എണ്ണയോ ഗീയോ കുറവുണ്ടെങ്കിൽ ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്തേക്കാം. കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ഇവനെ ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക. ആ മൂപ്പിച്ച് കഴിയുമ്പോൾ പച്ചച്ചൊവയൊക്കെ മാറുന്ന രീതിയിൽ അങ്ങ് മൂപ്പിക്കാം. അപ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്കും ലേശം ഗീ ഒഴിച്ച് കൊടുക്കുക. എനിക്ക് തോന്നുന്നത് എണ്ണമയ ഇച്ചിരി കുറവായതുകൊണ്ടാണ് നമ്മൾ ലേശം ഗീയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഗീയും കൂടെ ഒഴിച്ച ശേഷം ഇവനെ എങ്ങ് മൂപ്പിക്കുക. ആ ഗീയും കൂടെ ചെന്ന് കഴിയുമ്പോഴേക്കും എൻ്റെ ചങ്ങാതി ഒരു സ്മെല്ല് വരാൻ തുടങ്ങും. കിട്ടുക്കാച്ചി സ്മെല്ല് എന്ന് പറഞ്ഞാൽ ആ പച്ചമുളകിനൊക്കെ ഒരു സ്മെല്ലുണ്ട്. അതിനുശേഷം ഇവനൊന്ന് മൂത്ത് ഒരു പരുവത്തിന് പാകത്തിന് വരുമ്പോഴേക്കും തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ സ്ലോ മോഷനിൽ എടുത്തൊരു മറിക്കുക. കണ്ടോ, ഇതുപോലെ തക്കാളി എടുത്ത ശേഷം തക്കാളിയും ഈ സവോളയ്ക്കകത്തിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. ആ പച്ചച്ചോവ മാറുന്ന രീതി വരെ അങ്ങ് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുക. അപ്പോൾ തീ ഓവറായിട്ട് വെക്കുകയും ചെയ്യല്, കുറച്ചും വെക്കല്ലോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം. ഈ ഒരു പരുവത്തിനും പാകത്തിനും ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടിയില്ലേ. ഈ ഒരു പാകത്തിനാകുമ്പോഴേക്ക് ഇനി നമുക്ക് അടുത്ത കലാപരിപാടിയാണ്. ഇതിലേക്ക് മസാല ഇടുന്ന പരിപാടി. ആകെപ്പാടെ ഇടുന്നത് ഈ മഞ്ഞപ്പൊടിയും ലേശം പെരിഞ്ചീരക പൗഡറും ലേശം ഗരം മസാലയും. ഇത്ര സാധനമുള്ളൂ നമ്മൾ മസാല. ഓവർ മസാലയൊക്കെ ഇട്ട് ഇത് പരുവാക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ ഇട്ട ശേഷം അവനെ ചെറു ചൂടിൽ പിന്നെ ഇട്ടങ്ങ് മൂപ്പിക്കാം. കാരണം ആ മസാലയൊക്കെ ചുവയ്ക്കൊന്ന് മാറി കിട്ടണം. അതിന് വേണ്ടി ഇതുപോലെ ഒന്ന് മൂപ്പിച്ച് ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആക്കി വെച്ച ശേഷം അതിന് നമ്മൾ നാളെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ച ശേഷം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതുപോലെ ഇട്ട് സ്ലോ മോഷൻ ഇട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് സ്ലോ മോഷൻ തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ചിക്കൻ ഉടഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് സ്ലോ മോഷൻ മിക്സ് ചെയ്യാൻ പറയുന്നത്. ആ മസാലയൊക്കെ ഒന്ന് ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് സംഭവം കുട്ടപ്പനായി ഈ ഒരു പരുവത്തിന് പാകത്തിനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ലേശം തൈര്, ഓവർ പുളിയുള്ള തൈരാവല്, ലേശം തൈര് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അവനെ ചെറു ചൂടിലിട്ട് ഇതുപോലെ ഒന്ന് മൂപ്പിക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിനൊക്കെ വരുമ്പോഴേക്ക് തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ പാകമാകുമ്പോഴേക്കും അവനങ്ങ് മൂടി ഇതുപോലെ അങ്ങ് വേവിക്കാൻ വെക്കുക. ആ സമയത്ത് ഇതുപോലൊരു ചെമ്പെടുക്കുക, അതൊന്ന് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ലേശം നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച ശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട ശേഷം ഇതിലേക്ക് ഗരം മസാലാസ് ഇതുപോലെ ചാടിച്ചിടുക. അതിനുശേഷം ചതച്ച വെളുത്തുള്ളിയും ചതച്ച ഇഞ്ചിയും ചതച്ച മുളകും കൂടെ ഇതുപോലെ ഇട്ട ശേഷം ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതോ ചെറുതായി അരിഞ്ഞതോ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട ശേഷം വെള്ളം തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളപ്പിച്ച ശേഷം ഇതുപോലെ കൈമ റൈസോ ബാസ്മതി റൈസോ ഏതായാലും കുഴപ്പമില്ല, ഒരു മണിക്കൂർ വെള്ളത്തിൽ സോഫ്റ്റ് ആക്കാൻ വെച്ച ശേഷം ഇവനെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്കൊരു മറിക്കുക. എന്നിട്ട് സ്ലോ മോഷൻ മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ സെറ്റായി നിൽക്കുകയാണ്. അതിലേക്ക് ഇച്ചിരി മല്ലിയും കൊറിയാണ്ടറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം പൊളി. എന്നിട്ട് നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറുള്ളി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടെ എടുത്ത് മുളകിൽ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തിട്ട് മറിക്കുക. മറിച്ച ശേഷം ലേശം ലെമൺ ജ്യൂസും കൂടി സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക. അപ്പോൾ ചിക്കൻ ഏകദേശം ഒരു വെന്തൊരു കുട്ടപ്പനായി സെറ്റായി നിൽപ്പുണ്ട് കേട്ടോ. അവനങ്ങ് സെറ്റായി നിൽക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ല്, ഇളകി കഴിയുമ്പോഴേക്കും നല്ല സ്മെല്ല് വരുന്നത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ടേസ്റ്റും. അപ്പോൾ ഒന്ന് നോക്കണേ എൻ്റെ ചങ്ങാതി, ഒന്ന് മൂടി വെച്ച് ലേശം ഒന്ന് മൂടി വെച്ച ശേഷം റൈസ് തുറക്കുക. റൈസ് ഈ ഒരു പാകത്തിന് ഒരു കുഴഞ്ഞ വെച്ച് ലേശം വെള്ളമയമുള്ള രീതിയിൽ കിട്ടും കേട്ടോ. ആ വെള്ളമയമുള്ള രീതിയിൽ കിട്ടുമ്പോഴേക്കും ഒന്ന് തുറന്ന് വെച്ച് വേവിക്കുക, അല്ലെങ്കിൽ അടച്ച് വെച്ചും കൂടെ ഒന്നും കൂടെ ലേശം വേവിക്കുക. ആ സമയത്ത് ചിക്കൻ ഒന്ന് ഓഫ് ചെയ്തേക്കുക. ചിക്കൻ ഏകദേശം പരുവായി. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോൾ റൈസും ഏകദേശം ഈ ഒരു പരുവത്തിന് പാകത്തിന് ആയി കഴിയുമ്പോഴേക്കും ലേശം ഗീയൊക്കെ ഒഴിച്ച്
ഇവനെ ഒന്ന് കുട്ടപ്പനായിട്ട് ദേ ഇതുപോലെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക. അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ എൻ്റെ ചങ്ങാതി. ഗീ റൈസ് ആയിട്ട് ദേ ഇത് കഴിച്ചാൽ സൂപ്പർ സാധനം. ഇനി ഗീ റൈസും ചിക്കൻ കറിയും വേണമെങ്കിൽ ഇത് മതി കേട്ടോ. ഇനി അത് സെറ്റായി കഴിയുമ്പോഴേക്ക് ദേ നമ്മൾ ഇതുപോലെ ഒരു ചെമ്പെടുക്കുക. ആ ചെമ്പിലേക്ക് നമ്മുടെ ഈ ചിക്കൻ്റെ പീസും ചിക്കൻ്റെ അരപ്പും എല്ലാം കൂടെ ദേ നല്ല സ്റ്റൈലായിട്ട് പൂക്കളെ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങ് സെറ്റ് ചെയ്യുക കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും, ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, കമൻറ്റുകൾ വാരി വിതറാനും, കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല കേട്ടോ. ഷെഫ് നിബൂദ് ആൽക്കമിസ്റ്റ് മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. അതുപോലെ കമൻറ്റുകൾ വാരി വിതറാനും മറക്കല്ല. ഇത് ഏത് റെസ്റ്റോറൻ്റാണെന്നും നിങ്ങളിവിടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ല. കാരണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ച് ബിരിയാണിയാണ്. അധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒന്നുമില്ല കേട്ടോ. അവനൊന്ന് സെറ്റായി കഴിയുമ്പോഴേക്ക് ദേ ഇതുപോലെ റൈസ് ഒന്ന് വെട്ടി ദേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലെയറായിട്ടൊന്ന് സെറ്റ് ചെയ്യുക കണ്ടോ. ഇത് സെറ്റ് ചെയ്യാൻ കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ആവി വറക്കുന്ന റൈസ് ദേ ഇതിന് മുകളിലേക്ക് സെറ്റ് ചെയ്ത ശേഷം ദേ ആ ഫ്രൈഡ് ഓണിയൻ ദേ ഇതിന് മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ട് അത്തപ്പൂക്കളം ഇടുന്ന പോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗീയും കൂടെ ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിലും ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇവനങ്ങ് മൂടി വെച്ച് ദം ചെയ്യാനങ്ങ് വെക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇവനങ്ങ് കുട്ടായി സെറ്റായി ഇതേ ദമ്മങ്ങ് പൊട്ടിക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആവി വറക്കുന്ന ബിരിയാണി ഇതേ സാധനം റെഡി, ഒരു രക്ഷയില്ല കേട്ടോ. ദേ ആ മസാലയൊക്കെ അടി കിടന്ന് കളയുമ്പോൾ ദേ ഇതുപോലെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ കൊതി വരാത്ത ഏതെങ്കിലും മലയാളി ഉണ്ടോ എൻ്റെ ചങ്ങാതിമാർ? ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അറേഞ്ച് ചെയ്ത ശേഷം അതിലേക്ക് കൊറിയാണ്ടറും പപ്പടവും ലേശം റേത്തയും കൂടെ വെച്ച ശേഷം നമ്മുടെ അച്ചാർ മേടിച്ചിട്ട് ആ സൈഡിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇവനെ കണ്ട മുണ്ട് അങ്ങ് പിടിച്ചോ എൻ്റെ ചങ്ങാതിമാരെ. കണ്ടൊരു കൊതിയാന്നില്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, തൊടുപുഴയിൽ നിന്ന് ഇടുക്കി റൂട്ടിൽ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ റിപ്പിൾ റെസ്റ്റോറൻറ്റിലേക്ക് കയറിയാൽ പരിചയമുള്ളവർ കമൻറ്റുകൾ ഇടുക, അല്ലാത്തവർ കയറി കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റായിട്ട് വരിക. പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ മറക്കരുത് കേട്ടോ എൻ്റെ ചങ്ങാതി. കിടക്കാച്ചി ബിരിയാണി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണി. നമ്മുടെ അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ച് ചങ്ങാതിമാരെ.